ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 12 മാർക്കറ്റിംഗ് ലെസൻ്റെ ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. ഫസ്റ്റ് വൺ, നീഡ്സ് ആൻഡ് വാണ്ട്സ്. നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്ന് പറയുമ്പോഴത്തേനെ ഓർത്തോണം, നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം. സോ ഫസ്റ്റ് ഫീച്ചർ എന്താണ്, അത് സാറ്റിസ്ഫാക്ഷൻ അവിടെ നടക്കുന്നുണ്ടോ എന്ന് ഫസ്റ്റ് ഫീച്ചറിൽ നോക്കണം. സെക്കൻഡ് വൺ, ക്രിയേറ്റിംഗ് എ മാർക്കറ്റ് ഓഫറിങ്. മാർക്കറ്റ് ഓഫറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയിരിക്കണം, മീൻസ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം, ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം, അത് കസ്റ്റമറിൻ്റെ ടേസ്റ്റ് അനുസരിച്ചുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കണം. സോ എന്താ, നമ്മൾ ആ നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ. സോ സെക്കൻഡ് വണ്ണിനായിരുന്നു ക്രിയേറ്റിംഗ് എ മാർക്കറ്റ് ഓഫറിങ്. തേർഡ് വൺ ഇസ് എ കസ്റ്റമർ വാല്യൂ. കസ്റ്റമർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിന് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും അബൌട്ട് ദ പ്രോഡക്റ്റ് he is buying. So the customer will buy based on the decision, like how the product satisfies the customer's needs and wants. Okay, so the fourth one is exchange mechanism. Exchange mechanism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എക്സ്ചേഞ്ച് നമ്മൾ മണി കൊടുക്കുന്നു. ഒരാൾ ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽക്കുമ്പം അതിന് പകരമായിട്ടൊരു കസ്റ്റമർ അതിന് പൈസ കൊടുക്കുന്നു, പൈസ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റഡ് ടു ദ വാല്യൂ ടു ദം. ആൻഡ് എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ് ഇൻ 3 കണ്ടീഷൻസ്. മോർ ദാൻ 3 ഉണ്ട്, നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു 3 കണ്ടീഷൻസ്. 2 പാർട്ടീസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഈ പാർട്ടീസിന് അവരുടേതായ ഫ്രീഡം ഉണ്ടായിരിക്കണം ടു ആക്സെപ്റ്റ് or reject the offer, and both parties should be able to communicate and deliver. എന്താണ് അവർക്ക് ആവശ്യമുള്ളത്, രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ അവർക്ക് സാധിക്കണം. സോ ദിസ് ഇസ് വാട്ട് ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റിംഗ് കൺസിസ്റ്റ് ഓഫ്. താങ്ക് യു.